ദിവ്യ മന്നയിലേക്ക് സ്വാഗതം. ജൂലൈ 12 വൈദിക ഞായർ. ചിന്താവിഷയം: പട്ടത്ത ശുശ്രൂഷ, യാഗമാകാനുള്ള വിളി. ഓർഡൈൻഡ് മിനിസ്ട്രി, കോൾഡ് ടു ബി സാക്രിഫൈസ്. സഭയുടെ ഘടനയിൽ പട്ടത്ത ശുശ്രൂഷ സുപ്രധാനവും ദൈവ നിയോഗവുമാണ്. ദൈവജനത്തെ ധന്യതയോടെ നയിക്കാനും ആത്മീയമായി പരിപാലിക്കാനും വിളിക്കപ്പെട്ടവരാണ് പട്ടക്കാർ. അനുഷ്ഠാനങ്ങളുടെ പരികർമ്മികൾ മാത്രമായി തീരുമ്പോഴാണ് ഈ ശുശ്രൂഷ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഫലകരമായ പ്രവർത്തനങ്ങൾക്ക് ശ്രേഷ്ഠ ഇടയനായ യേശുക്രിസ്തു മാത്രമാണ് മാതൃക. യേശുവിൽ ദർശിക്കുന്ന ആത്മീയ ഭാവങ്ങളെ ശ്രദ്ധയോടെ മനസ്സിലാക്കി അതിനെ പിന്തുടരാൻ പട്ടത്ത സമൂഹം ബാധ്യസ്ഥമാണ്. അധികാരത്തിന്റെ ആസക്തിയും ഇതര പ്രലോഭനങ്ങളും നിയോഗത്തിന്റെ പ്രഭയെ ഇല്ലാതാക്കും. ഈ അപകടത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. യേശു രാജാവാണെന്ന് എഴുതിയത് സിംഹാസനത്തിലോ അധികാര ദണ്ഡിലോ അല്ല, ക്രൂശിന്റെ മുകളിലാണ്. ദർശനം നഷ്ടപ്പെടാതെ യാത്ര ചെയ്യാൻ ഈ ഓർമ്മ പട്ടത്ത സമൂഹത്തെ സഹായിക്കും. ദൈവരാജ്യത്തിന്റെ സന്തോഷവും അതിന്റെ സവിശേഷതകളും സമൂഹത്തിന് സമൃദ്ധിയായി പങ്കിടുവാൻ പട്ടത്ത സമൂഹം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ത്യാഗവും യാഗമാകാനുള്ള മനസ്സും അനിവാര്യമാണ്. ദാസനായി തീർന്ന യേശുവിനെ കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ഭാഷ്യം ഇതാണ്. ഫിലിപ്പിയർ 2:5-10 വരെ. അപ്പോസ്തലന്റെ ഈ പ്രബോധനം പട്ടത്ത ശുശ്രൂഷയ്ക്കുള്ള വ്യക്തമായ മാർഗരേഖയാണ്. ഇതിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാനുള്ള പ്രലോഭനത്തിൽ നിന്നും പട്ടക്കാർ വിമോചിതരാകണം. സർവ്വലോകത്തിനും അനുഗ്രഹം പകരുന്ന പ്രസാദ വർഷത്തിന്റെ പ്രഘോഷണത്തോടെയാണ് യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇപ്രകാരം ആഴമായ ദർശനത്തോടെ സമൂഹത്തെ ആത്മീയതയുടെ മഹാവെളിച്ചത്തിലേക്ക് നയിക്കാൻ പട്ടത്ത സമൂഹം ബാധ്യസ്ഥമാണ്. ലാളിത്യവും വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധതയും മുഖമുദ്രയാകണം. നിയോഗം എന്താണെന്ന് സ്വയം കണ്ടെത്തി തനിക്ക് തന്നെ വെളിച്ചമായി മാറാനും അത് മറ്റുള്ളവർക്ക് പ്രസരിപ്പിക്കുവാനും പട്ടക്കാർ അഭിഷിക്തരായിരിക്കുന്നു. ഇരുട്ടിൽ നിൽക്കുന്നവനെ മനസ്സിലാക്കുവാനും അവനെ ക്രിസ്തുവാകുന്ന നിത്യ വെളിച്ചത്തിലേക്ക് നയിക്കുവാനും വൈദികരെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രവർത്തനങ്ങളിൽ മികവ് നേടുന്നതിനേക്കാൾ ദൗത്യത്തിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ചലനം സൃഷ്ടിക്കാനാവൂ. ഈ ചിന്തയിൽ നിഴൽ വീഴാൻ അനുവദിക്കരുത്. പുരോഹിതൻ പാലം പണിയുന്നവൻ അഥവാ ബന്ധമില്ലാത്ത രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നവനും മുൻപിൽ നടന്ന് പിമ്പിലുള്ളവരെ ലക്ഷ്യത്തിലെത്തിക്കുന്നവനുമാകണം. ഈ ആശയങ്ങൾ പുരോഹിതൻ എന്ന പദത്തിന്റെ അർത്ഥമായി പറയുന്നുണ്ട്. അധികമായ ദൈവകൃപയുടെ തണലിൽ നിർവഹിക്കേണ്ട പട്ടത്ത ശുശ്രൂഷ വഴിമാറി സഞ്ചരിക്കാനിടയാകരുത്. ഇപ്രകാരമുള്ള ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പുമാണ് പട്ടത്ത ശുശ്രൂഷ, യാഗമാകാനുള്ള വിളി എന്ന ചിന്താവിഷയത്തിൽ അന്തർലീനമായിരിക്കുന്നത്. വേദഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാം പാഠഭാഗം ഇരമ്യാവ് 1:4-10 വരെ. ഇരമ്യാവിനെ പ്രവാചകനായി ദൈവം വിളിക്കുന്ന ചരിത്രമാണ് വേദഭാഗം. ഇരമ്യാവ് ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം അവനെ ശക്തീകരിച്ച് മഹത്തായ ശുശ്രൂഷയ്ക്കായി സജ്ജമാക്കുന്നു. തുടർന്ന് വലിയ നിയോഗവും നൽകുന്നു. ഇരമ്യാവ് ശക്തവും അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാം പാഠം എഫേസ്യർ 4:7-16 വരെ. സഭയുടെ വിവിധ ശുശ്രൂഷകൾക്കായി ദൈവം നൽകുന്ന നിയോഗങ്ങളുടെ വിശദീകരണമാണ് വേദഭാഗം. ഇത് ശരിയായി മനസ്സിലാക്കി സഭയുടെ ആത്മീയ വർധനവിനായി പ്രവർത്തിക്കുവാൻ ഏവരും ബാധ്യസ്ഥരാണെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ലേഖന ഭാഗം 1 പത്രോസ് 5:1-4 വരെ. സഭയുടെ ആത്മീയ വർധനവിനായി സഭാസ്ഥാനികളെ ദൈവം നിയോഗിക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും പത്രോസ് ഓർമ്മിപ്പിക്കുന്നതാണ് വേദഭാഗം. ഫലകരമായ സഭാ ശുശ്രൂഷ ലക്ഷ്യമാക്കി സഭാസ്ഥാനികൾ പ്രവർത്തിക്കണമെന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു. സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി 20:20-28 വരെ. സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി യേശുവിന്റെ അരികിൽ വന്ന് കർത്താവിനോട് പറയുന്ന ഒരു അപേക്ഷയും അതിനോടുള്ള യേശുവിന്റെ പ്രതികരണവുമാണ് വേദഭാഗം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ചില വ്യത്യാസങ്ങളോടെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംഭാഷണം എന്നതിനേക്കാൾ ക്രിസ്തീയ വിശ്വാസം മനോഹരമായി നിർവചിക്കപ്പെട്ട സംഭവമായി ഇതിനെ കാണാം.
ക്രിസ്തു ശിഷ്യൻ എപ്രകാരമുള്ള വ്യക്തിയായിരിക്കണം? ഇതാണ് സംഭാഷണത്തിലെ മുഖ്യ പ്രമേയം. ഇവിടെ യേശു പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയവും ഏവരും മാതൃകയാക്കേണ്ട ചിന്തകളുമാണ്. പട്ടത്ത ശുശ്രൂഷ എന്ന മഹത്തായ നിയോഗം ലഭിക്കുന്നവരോടുള്ള പ്രബോധനമായും ഇതിനെ പരിഗണിക്കാം. പട്ടത്ത സമൂഹത്തിന് സൂക്ഷ്മമായ ദിശാബോധം നൽകാൻ ഈ വാക്കുകൾ പര്യാപ്തമാണ്. അതിനെ ആഴത്തിൽ ഗ്രഹിച്ച് ക്രിസ്തു ചൂണ്ടിക്കാട്ടിയ ദിശയിൽ യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് പട്ടക്കാർ. ഈ ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടുവാനിടയാകരുത്. ചിന്താവിഷയവുമായി ചേർത്ത വേദഭാഗത്തെ പഠനത്തിനും ധ്യാനത്തിനും വിഷയമാക്കുന്നത് ഉത്തമമായിരിക്കും. 1. നിയോഗം സ്ഥാനമാനങ്ങളിൽ അധിഷ്ഠിതമാകരുത്. സബദി പുത്രന്മാരുടെ യാക്കോബ്, യോഹന്നാൻ അമ്മ യേശുവിനോട് തന്റെ മക്കളെ കർത്താവിന്റെ രാജ്യത്തിൽ ഇടത്തും വലത്തും ഇരിപ്പാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ സബദി പുത്രന്മാർ തന്നെ ഇത് ആവശ്യപ്പെടുന്നതായിട്ട് പറയുന്നു. മർക്കോസ് 10:35. എത്രയും വേഗം കർത്താവ് ഒരു പുതിയ ഭരണ വ്യവസ്ഥിതി സൃഷ്ടിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അതിനാൽ യേശുവിൽ ഒരു രാഷ്ട്രീയ മെസ്സിഹായെ അവർ കണ്ടു. ഇവർ മാത്രമല്ല, യേശുവിനെ അനുഗമിച്ച പലരും ഈ ചിന്താഗതിയുള്ളവരായിരുന്നു. അവിടെ പ്രധാനമായ സ്ഥാനം പ്രതീക്ഷിച്ചു. അത് ലഭ്യമാക്കുന്നതിനാണ് ഹൃദയിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ അവരുടെ സങ്കല്പങ്ങളെ സമ്പൂർണമായി തകിടം മറിക്കുന്ന മറുപടിയാണ് യേശു നൽകിയത്. ആ അമ്മയുടെ ആവശ്യം കേവലം ഇരിപ്പിടമല്ലായിരുന്നു, അധികാരം എന്നതായിരുന്നു. ഇടതും വലതും എന്നത് പൂർണ്ണമായ അധികാരത്തെ സൂചിപ്പിക്കുന്ന സ്ഥാനങ്ങളാണ്. അവിടെ താല്പര്യങ്ങളോട് യേശു ശാന്തമായി എന്നാൽ ശക്തമായി പ്രതികരിച്ചു. നിങ്ങൾ യാചിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. 20:22. ഈ വാക്കുകളിൽ കൂടെ കർത്താവ് ശ്രേഷ്ഠമായ ചിന്തകൾ പങ്കിടുന്നു. ഉന്നതമായ സ്ഥാനങ്ങൾക്കും സ്വന്തം മഹത്വത്തിനും ലഭിക്കപ്പെട്ട നിയോഗം ഉപയോഗിക്കാനുള്ള പ്രലോഭനം ഉണ്ടാകാം. പട്ടത്ത സമൂഹം ഈ അപകടത്തെ ശരിയായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അതിൽ വിജയിക്കണമെന്ന പ്രതീക്ഷയാണ് യേശുവിന്റെ വാക്കുകളിൽ മുഴങ്ങുന്നത്. മറ്റുള്ളവരുടെ നന്മയും ക്ഷേമവും ലക്ഷ്യമാക്കുന്നതാണ് ഉദാത്തമായ നേതൃത്വത്തിന്റെ പ്രത്യക്ഷമായ ലക്ഷണം. യേശുവിനെ കുറിച്ച് ദ മാൻ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മനുഷ്യനെന്ന് ബോണോഫോർ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. അധികാരവും സ്ഥാനങ്ങളും നേടിയെടുക്കാൻ എത്രയോ കുൽസിതങ്ങളാണ് മനുഷ്യൻ നടത്തുന്നത്. ഇത് ആത്മീയതയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ കാണുന്നു. ഇതിന്റെ കഥന കഥകൾ ചരിത്രത്തിന്റെ താളുകളിൽ ചുവന്ന ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ആവരുത്. കർത്താവിന്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പാണ്. സ്ഥാനങ്ങളും അധികാരങ്ങളും ദൈവം തരുന്ന ദാനങ്ങളും അവിടുത്തെ കൃപകളുമാണ്. ദാസനായി തീർന്ന കർത്താവിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത് ശ്രദ്ധേയമാണ്. ഫിലിപ്പിയർ 2:6-9 വരെ. വിശുദ്ധ പൗലോസ് പങ്കിടുന്ന ദൈവശാസ്ത്ര ചിന്തകൾ നേതൃസ്ഥാനങ്ങളുള്ളവർക്കും പട്ടത്ത സ്ഥാനികൾക്കും ഒരുപോലെ മാതൃകയും മാർഗദീപവുമാണ്. കർത്താവിൽ ദൃശ്യമാകുന്ന ഈ ഭാവത്തിന് മുമ്പിൽ മനുഷ്യന്റെ സകല അഹന്തകളും ഇല്ലാതെയാകണം. 2. ചിന്തകൾ ആത്മപ്രേരിതമാകണം. യേശുവിനോടുള്ള അപേക്ഷയുടെ മറുപടിയായി കർത്താവ് അവരെ അരികെ വിളിച്ച് പറയുന്നത്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. ഈ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇപ്രകാരമുള്ള ചിന്തകൾ വികലവും പൈശാചികവുമാണെന്ന് കർത്താവ് പറയുന്നു. അതിന്റെ അപകടം നിങ്ങൾ തിരിച്ചറിയണം. അവരെ നയിക്കുന്നതും അവരുടെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്നതും അധമമായ ശക്തികളാണ്. ഇപ്രകാരം പാഴായ ചിന്തകളും ദുഷ്ടവിചാരങ്ങളും നമ്മെ നിയന്ത്രിക്കുവാൻ ഇടയാകരുത്. ഇത് സമൂഹത്തെ ദുഷ്ടതയിലേക്കും ഇരുളിലേക്കും നയിക്കും. ഈ അനുഭവം ചരിത്രത്തിൽ പലപ്പോഴും കാണാം. നമ്മുടെ ചിന്തകൾ, പ്രത്യേകമായി നേതൃനിരയിലുള്ളവരുടെ ചിന്തകൾ, ആത്മപ്രേരിതമാകണം. വികലമായ ചിന്തകളുടെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിന്റെ നന്മയെ ഉൾക്കൊള്ളിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. കർത്താവ് അഭിമുഖിച്ച പരീക്ഷകളിൽ വിജയം നേടിയത് ഇപ്രകാരമാണ്. വിശ്വാസ സമൂഹവും പട്ടത്ത സമൂഹവും ഇത് ഗ്രഹിക്കേണ്ടതാണ്. തെറ്റായ മനോഭാവങ്ങൾ മനുഷ്യനെ അധപ്പതനത്തിലേക്ക് നയിക്കും. ഇത്തരം വിചാരങ്ങളെ കുറിച്ച് യേശു പറയുന്നത് അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നാണ്. ഉന്നതമായ ദർശനവും ദൈവവുമായുള്ള ആഴമായ വ്യക്തിബന്ധവുമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. വസ്തുതകളെ വൈകാരികമായി കാണാതെ അവയെ ശരിയായി വിശകലനം ചെയ്ത് തിരസ്കരിക്കേണ്ടവയെ തിരസ്കരിക്കുകയും നന്മയെ ഉൾക്കൊള്ളുവാനും കഴിയണം. ഈ ദിവ്യമായ അനുഭവത്തിന് അധികമായ ദൈവകൃപ ആവശ്യമാണ്. ഈ മനോഭാവമാണ് യേശുവിൽ കാണുന്നത്. പട്ടത്ത സമൂഹം ഇത്
അടിസ്ഥാന ഭാവമായി സ്വീകരിക്കുമ്പോഴാണ് ഫലകരമായ ശുശ്രൂഷ സംജാതമാകുന്നത്. 3. ശുശ്രൂഷ ത്യാഗ നിർഭരമാകണം. സബതിപുത്രന്മാരുടെ ഇരിപ്പിടം സുരക്ഷിതമാക്കാനുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ കഴിയുമോ? മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേ അർത്ഥത്തിൽ സ്നാനം എന്നും പറയുന്നുണ്ട്. ഈ 2 വാക്കുകളും ത്യാഗത്തിന്റെയും കഷ്ടതയുടെയും പ്രതീകങ്ങളാണ്. നിയോഗത്തിൽ ഈ അനുഭവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. ശിഷ്യത്വം ത്യാഗം സഹിക്കുന്നതിനുള്ള വിളിയാണ്. ഈ വസ്തുത മറകൂടാതെ അവരെ ബോധ്യപ്പെടുത്തുന്നു. ഇതിന് ഉത്കൃഷ്ടമായ മാതൃക യേശുക്രിസ്തു തന്നെയാണ്. കർത്താവ് അടിമയെപ്പോലെ സേവനം ചെയ്യുകയും കുറ്റവാളിയെപ്പോലെ ക്രൂശുമരണം വരിക്കുകയും ചെയ്തു. ലോകം ഈ മഹാത്യാഗത്തെ ഒരു പരാജയമായി കണ്ടു. എന്നാൽ ഉദ്ധാനത്തിൽ കൂടെ യേശുക്രിസ്തു ലോകത്തിന്റെ ഈ വെല്ലുവിളിയെ നേരിട്ടു. പട്ടത്ത ശുശ്രൂഷയിൽ ഈ സത്യം വിസ്മരിക്കാനാവില്ല. ശുശ്രൂഷകരും ദാസന്മാരുമായി തീർന്ന ശിഷ്യഗണത്തെയാണ് ചരിത്രത്തിൽ കാണുന്നത്. പൗലോസ് എല്ലാവർക്കും ദാസനായി എന്ന് സാഗൂതം പറയുന്നു. 1 കൊരിന്ത്യർ 9:19. തിരുവചനം വെളിപ്പെടുത്തുന്ന ഈ സത്യത്തിന്റെ സാക്ഷികളാകാൻ പട്ടത്ത സമൂഹം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പ്രസിദ്ധ വേദപണ്ഡിതനും ആർച്ച് ബിഷപ്പുമായിരുന്ന ഫുൾട്ടൺ ജെ ഷീൻ ശിഷ്യത്വത്തിന്റെ ലക്ഷണമായി 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 1. നിങ്ങളുടെ കൈകൾ കാണിക്കൂ, എല്ലാം നൽകിയതിന്റെ പാടുകൾ അവയിലുണ്ടോ? 2. നിങ്ങളുടെ പാദങ്ങൾ കാണിക്കൂ, ശുശ്രൂഷ ചെയ്ത് അത് മുറിവേറ്റിട്ടുണ്ടോ? 3. നിങ്ങളുടെ ഹൃദയം കാണിക്കൂ, ദൈവസ്നേഹത്തിന് ഒരിടം അവിടെയുണ്ടോ? പട്ടത്ത ശുശ്രൂഷയിൽ ഈ ചോദ്യങ്ങൾ വളരെ സംഗതമാണ്. ശിഷ്യനാകുക അല്ലെങ്കിൽ നിയോഗം സ്വീകരിക്കുക എന്നതിന് എന്തിനും തയ്യാർ എന്ന അർത്ഥമാണുള്ളത്. പുരാതനമായ ഒരു റോമൻ നാണയത്തിലെ ചിത്രവും ലിഖിതവും ഇപ്രകാരമാണ്: ബലിപീഠത്തിനും കലപ്പയ്ക്കും മധ്യ നിൽക്കുന്ന കാള. അതിന് താഴെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്തിനും തയ്യാർ, റെഡി ഫോർ ഐദർ. എപ്പോഴും സന്നദ്ധമാകേണ്ട ആത്മീയതയാണിത് സൂചിപ്പിക്കുന്നത്. പട്ടത്ത ശുശ്രൂഷ യാഗമാകാനുള്ള വിളി എന്ന ചിന്താ വിഷയം ധ്യാനത്തിനും വിഷയമാക്കുമ്പോൾ ഇത് സംബന്ധമായുള്ള യേശുവിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. രവീന്ദ്രനാഥ ടാഗോർ മനുഷ്യൻ നിർവഹിക്കേണ്ട ശുശ്രൂഷകളെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: ജീവിതം ആനന്ദമാണെന്ന് ഞാൻ സ്വപ്നം കണ്ടു. ഉണർന്നപ്പോൾ ഞാൻ അറിഞ്ഞു ജീവിതം ശുശ്രൂഷയാണെന്ന്. ഞാൻ ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ശുശ്രൂഷയാണ് ആനന്ദം. ശുശ്രൂഷയ്ക്ക് ടാഗോർ നൽകുന്ന നിർവചനം മനോഹരമാണ്: കർത്താവിന്റെ നിയോഗം സ്വീകരിച്ച് ഉത്തമ പട്ടക്കാരാകാൻ ദൈവം കൃപ ചെയ്യട്ടെ. ആമീൻ.